ഇന്ത്യയിൽ ഇപ്പം നടക്കുന്ന പ്രൊട്ടസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലോട്ടൊക്കെ ഈ പ്രൊട്ടസ്റ്റ് പോയി. ബി ജെ പിയുടെ കോട്ടകളാണ് ഇന്ത്യയുടെ നഗരങ്ങൾ. ബി ജെ പി നഗരങ്ങളിലാണ്, ഇന്ത്യയുടെ നഗരങ്ങളിൽ കൂടിയാണ് ഇന്ത്യ കയറി പിടിക്കുന്നത് പൊളിറ്റിക്കലി. അപ്പം നഗരത്തിലുള്ള ബി ജെ പി വോട്ടേഴ്സാണ് ഏറ്റവും നിർണായകം. അപ്പം ആ നഗരങ്ങളിലെ ബി ജെ പി വോട്ടേഴ്സ്, ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവർ എന്തുകൊണ്ടാണ് സി ജെ പിക്ക്, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലുണ്ടായൊരു പാർട്ടി, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു, അവർക്ക് മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്നു, പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ എത്തിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ കൊനാട്ട് പ്ലേസും ആ ഭാഗത്തുള്ള റെസ്റ്റോറൻറ്റുകൾ, കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന സിറ്റിയാണ് ഡൽഹി. പേഴ്സണലി പല കടകളും നടത്തുന്നവരെ, ഹോട്ടൽ നടത്തുന്നവരൊക്കെ എനിക്ക് പേഴ്സണലി എൻ്റെ പല ഫ്രണ്ട്സാണ്. ഇവരൊക്കെ ബി ജെ പിക്കാരാണ് ബേസിക്കലി. എന്തുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണേഴ്സും അവിടെ താമസിക്കുന്നവരൊക്കെ അവരുടെ വീടിൻ്റെ ടോയ്ലറ്റ് ഈ പെൺകുട്ടികൾക്ക് തുറന്നു കൊടുത്തേക്കുന്നതിൻ്റെ കാര്യം എന്താ? റീസൺ എന്തുവാ? ന്യൂഡൽഹി എന്ന് പറയുന്നത് ബി ജെ പിയുടെ കോട്ടയാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ, അതായത് മോദിയുടെ അതിഭയങ്കരമായ മോദി ഫാനുകളുള്ളതാണ് ഡൽഹി. മുംബൈ എന്താ? മോദിക്ക് കുറവാണ്, അതിഭയങ്കരമായ ഫാനുകളാണ് മുംബൈ. മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ഇലക്ഷൻ നടന്നു, ഏറ്റവും കൂടുതൽ സീറ്റ്, അതായത് ചരിത്രപരമായ വിജയമാണ് ബി ജെ പി നേടിയത്. എവിടെ പോയി ശിവസേന, ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഒക്കെ ഒന്നുമല്ലാതായി. ചോദ്യം ഇവിടെ വരികയാണ്, എന്തു പറ്റി ഇന്ത്യയിലെ സിറ്റികൾക്ക്? ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് റീകളക്ട് ചെയ്യാൻ, റിമൈൻഡർ ചെയ്യുവാണ് വീണ്ടും. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സിറ്റികൾ മോദിക്കെതിരെ തിരിയുന്നത്? ഇന്ത്യയുടെ അർബൻ ക്ലാസ്, മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സും എന്തുകൊണ്ടാണ് മോദിക്കെതിരെ തിരിയുന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങൾ തിരിയുന്നത്? എന്തുകൊണ്ടാണ് മോദിക്കെതിരെയുള്ള, അതായത് ഈ പറയുന്ന പ്രൊട്ടസ്റ്റിന് സിറ്റികളിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നത്? അതിന് റീസണുണ്ട്, അതിന് പ്രോപ്പർ റീസണുണ്ട്. ഈ മൊണ്ണ സംഘപരിവാറും അന്ധഭക്തരും പറയുന്നതല്ല റീസൺ. ഇപ്പോഴാണ് അവർക്ക് പിടികിട്ടിയത് റീസണുണ്ട്. അതായത് ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായപ്പോൾ, അതായത് ട്രംപുമായിട്ട് മോദിയുടെ ബന്ധം വഷളായപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അത് ഇന്ത്യയിലെ അർബൻ ക്ലാസ്സിനെ ഇത് ബാധിക്കാൻ പോവുകയാണ്. H1B വിസ ബാധിച്ചില്ലേ? ബാധിച്ചു. അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിച്ചില്ലേ? ബാധിച്ചു. അവിടെ പഠനം കഴിഞ്ഞിട്ട് ഉടനെ തിരിച്ചു പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. പുതിയ നിയമം അമേരിക്ക പാസ്സാക്കുന്നു, അത് ബാധിക്കുന്നില്ലേ? ബാധിച്ചു. അമേരിക്കയിലുള്ള ഇന്ത്യക്കാരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാക്ക് പബ്ലിക്കലി അവർ നേരിടുന്നു. അതായത് ഇന്ത്യയിൽ നടന്ന ക്രിസ്ത്യൻ അറ്റാക്കിന് റിട്ടാലിയേഷൻ കൊടുക്കുകയാണ്. ബാധിച്ചില്ലേ? ബാധിച്ചു. ഇത് അവിടെ മാത്രമാണോ ബാധിച്ചത്? അല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലും കയറി ബാധിച്ചു. അതാണ് അമേരിക്ക ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അമേരിക്ക എന്തു പറയുന്നു അത് കേൾക്കുന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അതവർ ഫോളോ ചെയ്തിരിക്കും. കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോയവരാണ് ഈ അമേരിക്ക ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചരിത്രം എടുത്തു നോക്കുക. പിൽഗ്രിം ഫാദേഴ്സ് ഏറ്റവും കൂടുതൽ അവിടെ പോയിരിക്കുന്ന ആൾക്കാരാരാണ്? ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. അമേരിക്ക എന്ന് പറയുന്ന ബിഗ് ബോസ് ആണ് അവരുടെ. ഒരു തീരുമാനം, ചില കാര്യങ്ങൾ എടുത്ത് ഇന്ത്യ ഒറ്റപ്പെടുത്താൻ ഒരു തീരുമാനമെടുത്താൽ യൂറോപ്യൻ രാജ്യങ്ങൾ അത് ഫോളോ ചെയ്യും. ബ്രിട്ടൻ ഫോളോ ചെയ്യില്ല, ഫോളോ ചെയ്തു. ഇത് നോർമലാണ്, ബോധത്തോടെ ചിന്തിക്കുക. അത് ഇന്ത്യയുടെ അർബൻ ക്ലാസ്സിനെ ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തു. അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. ഇന്ത്യയിലെ IT സെക്ടർ ഷ്രിങ്കേജായി, പല ആൾക്കാർക്കും ജോലി നഷ്ടപ്പെടുന്നു. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗ്ലോബലായിട്ട് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു വർക്കുകൾ ഇന്ത്യയിൽ വരുന്നില്ല. കാരണം ഇന്ത്യക്ക് അവിടെ എവിടെയും പ്രസൻസ് ഇല്ലാതായി. ട്രംപും മോദിയും തമ്മിലുള്ള പ്രശ്നം. ഇന്ത്യയിൽ വന്ന പല കമ്പനികളും തിരിച്ചുപോയി. ഇതെല്ലാം ഇഷ്യൂ ആണ്. ഈ ജോലി ആർക്കാ? IT മേഖല, AI മേഖല, ഇങ്ങനെ പല മേഖലയുണ്ട്. ബാങ്കിങ് സെക്ടേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല.
പല ബാങ്കുകളിൽ നിന്ന് ആൾക്കാരെ ജോലിക്ക് വേണ്ട എന്ന് പറയുന്നു. അതായത് വലിയ വലിയ പ്രൈവറ്റ് ഷെഡ്യൂൾ ബാങ്ക്. കാരണം അവിടെ AI കയറി വരുന്നു, അവിടെ മറ്റുള്ള കാര്യം മുഴുവൻ സംഭവം ബാങ്കിങ് ഓൺലൈനിലോട്ട് പോകുന്നു. അധികം ബാങ്കുകളും ഈ പറയുന്ന പോലെ ലാഭത്തിലോ അല്ല, അവർ മാൻ പവർ വെട്ടി ചുരുക്കുകയാണ്. ആർക്കാണ് ജോലി പോകുന്നത്? അർബൻ ഇന്ത്യക്ക്, അർബൻ ക്ലാസ്സിനാണ് ഇത് ജോലി പോകുന്നത്. അവരുടെ EMI മുടങ്ങുന്നു. ആകെ ജോലി ഉണ്ടായ സംഭവം എവിടെയാണ്? ഹോം ഡെലിവറി. അതിൽ മാത്രം ജോലി ക്രിയേറ്റ് ചെയ്തു. ഓരോ വർഷം ഇത്രയോളം ആൾക്കാർ വരും. അതേപോലെ തന്നെ പഴയ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. ഏകദേശം ട്രംപും മോദിയും തമ്മിൽ അടിയുണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യക്കാർക്ക് ഗ്ലോബലി പലയിടത്തും പോയി ജോലി ചെയ്യായിരുന്നു. അത് ഏകദേശം പൂർണ്ണമായിട്ടും മോദി എന്ന മരപ്പൊട്ടൻ അതില്ലാതാക്കി കളഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ അമേരിക്കയോട് കളിക്കരുത്. അവൻ ഉടുക്കലത്തെ പണി തരും. കയറി ഡയറക്റ്റ് മോദിയുമായി ഫ്രണ്ടും ക്രിണ്ടും എന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ. അമേരിക്കൻ കമ്പനികളോട് പറഞ്ഞു ഇന്ത്യയിലോട്ട് പോകണ്ട, ഫർദർ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യണ്ട, ഇന്ത്യ ഒഴിവാക്കുക. അതിലാദ്യം അടി കിട്ടിയതാരാ? മോദിക്ക് ഡയറക്റ്റ്, BJPക്ക് ഡയറക്റ്റ് അടി കിട്ടി. മനസ്സിലാക്കുക, അൾട്ടിമേറ്റ് സംഭവം എന്ന് പറയുന്നത് എക്കോണമി തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ എക്കോണമിയെ ബാധിച്ചു കഴിഞ്ഞാൽ അതിനാരാണ് റെസ്പോൺസിബിൾ? അവനെ ഫിക്സ് ചെയ്യും. കാരണം അർബൻ ക്ലാസ് എന്ന് പറഞ്ഞ് എഡ്യൂക്കേറ്റഡ് ആണ്. അവന് 1% ഇത്ര ശതമാനത്തിൽ കൂടെ പൊട്ട് കളിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഈ താമസിക്കുന്ന പരിസരത്ത് പല ആൾക്കാരുടെ മക്കളൊക്കെ അമേരിക്കയിലും UK അവിടെ ഇവിടെയൊക്കെയാണ്. ഇവിടൊക്കെ പ്രശ്നങ്ങളായി. ഈ അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിൽ പോവുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. അതായത് ട്രംപിൻ്റെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഏറ്റവും വലിയ സ്വിംഗ് സ്റ്റേറ്റ് ആണ് ടെക്സാസ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള സ്ഥലമാണ് ടെക്സാസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വെൽത്തിയാണ്, റിച്ചാണ്. ഇന്ത്യക്കാരെ തലങ്ങും വിലങ്ങുമാണ് ഓടിക്കുന്നത്. റോഡിൽ സംസാരിക്കാൻ പറ്റത്തില്ല. അവിടെയുള്ള സീനിയറായിട്ടുള്ള കോൺഗ്രസ്മാൻ, അതായത് അവിടുത്തെ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുന്നവർ, അവിടുത്തെ സെനറ്റ് മെമ്പേഴ്സ്, ഇവരെയൊക്കെ പച്ച തെറിയാണ് വിളിക്കുന്നേ. അവിടെ സോഷ്യൽ മീഡിയ കൂടെ വലിയ അറ്റാക്കാണ് ഇന്ത്യക്കെതിരെ ഉണ്ടാവുന്നത്. കാരണം ഇവിടെയുള്ള സംഘപരിവാർ ക്രിസ്ത്യാനികളെ കയറി അറ്റാക്ക് ചെയ്തു. അമേരിക്കയുടെ ബേസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയാണ്. അത് അവനെ കയറി തൊട്ട് കഴിഞ്ഞാൽ അവൻ കയറി അത് ഇളകും. അത് നോർമലായിട്ട് ചിന്തിച്ചോണം. അതിനെ ഒതുക്കാൻ മോദിയും BJP ഒരു കുന്തവും ചെയ്തില്ല. അത് എഫക്റ്റഡ് ആർക്കാ? ഇന്ത്യയിലുള്ള അർബൻ ക്ലാസ്സിന് ജോലി പോയി. ഗ്രാമത്തിലുള്ള ബജറാങ് ദളുകാരന് എന്ത് ജോലിയാണ്? അവൻ 7ാം ക്ലാസ്സും ഗുസ്തിയും പഠിച്ചേക്കുക, ചരണവും കെട്ടി ഈ ബജറാങ് ദളെന്നും RSS പറഞ്ഞ് നടക്കുക. അവനെന്ത് ജോലിയാണ്? ഇതാണ് അടി കിട്ടിയത്. ഇതാണ് ഇവിടെ CJPയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് ഗ്രോ ചെയ്തത്? സോഷ്യൽ മീഡിയയിൽ കൂടെ. എന്നാണ് ഇത്രയും ചെറുപ്പക്കാർ കൂടെ കൂടിയത്? കാരണം അവർക്കൊക്കെ ഇന്ത്യയിൽ ജോലി കിട്ടില്ല എന്നുള്ള സംഭവമായി. കാരണം മോദി ഗവൺമെൻറ് തെറ്റായ എക്കോണമി. ഏത് പബ്ലിക് സെക്ടറിലാണ് ആളിനെ എടുക്കുന്നത്? എല്ലാ പബ്ലിക് സെക്ടർ ആൾക്കാരെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിങ് മേഖല താറുമാറായി. കാരണം അതിന് ആളിനെ ജോലിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വരുന്നില്ല. ഇതാണ് അതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഈ കാണിക്കുന്നത് മുഴുവനും ബബിൾസ് പോലെ നിൽക്കുകയാണ്. കാര്യമായ ചലനം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് അർബൻ ക്ലാസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അവൻ്റെ മക്കളും അവൻ്റെ കുടുംബം അവരെങ്ങനെ പോകും? ഇതാണ് ഈ ആക്ച്വൽ ഇഷ്യൂ. അത് കയറി CJP ആയിട്ട് വന്നു. അർബൻ ക്ലാസ് അതിനെ പിന്തുണയ്ക്കുന്നു. അതായത് ഇന്ത്യയിലെ സിറ്റികളിൽ ജീവിക്കുന്നവർ അതിനെ പിന്തുണയ്ക്കുന്നു. ഇതാണ് ഞാൻ ആദ്യം മുതൽ പറയുന്ന. ട്രംപുമായിട്ട് യോജിച്ചു പോകണം, അമേരിക്കയുമായിട്ട് യോജിച്ചു പോകണം. ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ജോലി ക്രിയേറ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ. ഭയങ്കര ഭൂതവാടി സാധനം. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഏകദേശം 6800 IT കമ്പനികൾ, ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾ ഇന്ത്യയിൽ അടച്ചു കഴിഞ്ഞ 1.5-2 വർഷമായിട്ട്. 6000. കാരണം ഓൺ റെക്കോർഡാണ്, പക്ഷെ അല്ലാത്ത എത്രയോ കമ്പനി കാണും. ഇന്ത്യയെ ഡീപ്പായിട്ട് ഇത് ബാധിച്ചു. ജോലി പോയത് അർബൻ ക്ലാസ്സിനാണ്. ഗ്രാമത്തിലുള്ളവർക്ക് ഇതൊന്നും ഒരു ഇഷ്യൂവേ അല്ല. പക്ഷെ ഗ്രാമത്തിൽ നിന്ന് ജോലി ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. അവനൊരു പട്ടണ നിവാസിയായി, അവനെയും ബാധിച്ചു. അതുകൊണ്ടാണ്
ഇന്ത്യയിലെ പട്ടണങ്ങളിലും സിറ്റികളിലും താമസിക്കുന്നവർ ഈ പറയുന്ന മോദിയെ ശപിക്കുകയാണ്. കാരണം ജോലിയില്ല. എടോ, ഞാനും നമ്മളും എല്ലാം കൂടെ ആഹാരം കഴിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ സന്തോഷമുള്ളൂ. അല്ലാതെ ഈ വിടുവാത്തരം മോദിയുടെ തള്ളു മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പം അതെല്ലാം കള്ളമാണെന്ന് പൊളിഞ്ഞു. ഏകദേശം വന്ദേ മാതരം പുതിയ സംഭവം കൊണ്ട് അതുകൊണ്ട് ഇത് പുളിയെ തിന്നാൻ കൊള്ളൂ. അതായത് ഞാൻ ഒരു കാര്യം പറയാം. ഒരു ഏകദേശം 1.5 വർഷം മുമ്പ് ഇപ്പോൾ എനിക്കറിയാവുന്നൊരു പണ്ഡിറ്റുണ്ട്. അയാളൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയറായി. പണ്ഡിറ്റ് എന്ന് പറയുമ്പോൾ അയാൾ അസ്ട്രോളജർ കൂടിയാണ്. നോർത്ത് ഇന്ത്യയിലാണ്. അപ്പം ബേസിക്കലി ശുക്ല എന്ന പേര്. അയാൾ ഈ മധ്യപ്രദേശിൻ്റെയും UP-യുടെ ബോർഡറിലായിട്ട് താമസിക്കും. എൻ്റെ അടുത്തായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇയാളിവിടെ പല വീടുകൾ അസ്ട്രോളജിയും പൂജയും പരിപാടിയൊക്കെ പറയാൻ പോകാറുണ്ട്. അപ്പം അയാൾ എന്നോട് പറഞ്ഞു 2026 മോദി തീരും. ഞാൻ പറഞ്ഞു ചുമ്മാ മിണ്ടായിരിക്കാം. അതായത് 2026 തുടങ്ങുന്ന സമയത്താണ് ഇയാൾ എന്നോട് പറയുന്നത് മോദി തീരും. 2026 മോദി തീരുക മാത്രമല്ല 2027 മോദി ജയിലിൽ പോകും. അപ്പം ഞാനത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാം. ഞാനിത് വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. ഇപ്പോൾ പുള്ളിയുടെ ഈ പറയുന്ന അസ്ട്രോളജിയും പരിപാടികളൊന്നും. അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ അയാൾ എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചു, മാത്യുജി നിങ്ങളിത് എങ്ങനെയെങ്കിലും ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. അത് പറയുന്നത് ചില കാര്യങ്ങൾ കറക്റ്റാണ്. ആരും ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല CJPയുടെ വരവ്. ആരും ആൻറ്റിസിപ്പേറ്റ് ചെയ്യില്ല BJPയുടെ കോട്ടയായ ഡൽഹി മോദിക്കെതിരെ തിരിയുന്നു. ആരും പ്രതീക്ഷിച്ചു പോലുമില്ല. ഇതേപോലെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ഈ ധർമ്മേന്ദ്ര പ്രധാനും നീറ്റൊക്കെ ഒരു കാരണം മാത്രമേ ഉള്ളൂ. യഥാർത്ഥ കാരണം വെച്ചാൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇന്ത്യക്കാർക്ക് ചാൻസ് ഇല്ല. ഇന്ത്യക്കാർക്ക് ഗ്ലോബൽ അക്സെപ്റ്റൻസ് നഷ്ടപ്പെട്ടു. ആകെയുള്ളത് മോദിയുടെ തള്ളു മാത്രമേ ഉള്ളൂ. ഇത് ഇന്ത്യയിലെ ചെറുപ്പക്കാരെയും അവരുടെ ഫാമിലിയും ഈ സിറ്റികളിൽ താമസിക്കുന്നവർക്ക് ശക്തമായ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതാണ് ഈ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോദിക്കും അമിത്ഷായും തല കുത്തി നിന്നാലും ഇതിനെ ഒതുക്കാൻ കഴിയത്തില്ല. ഇത് അവരെയും കൊണ്ടേ ഇത് പോകൂ. കറക്റ്റാണ് ഈ പറഞ്ഞത്. അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സിറ്റി ഇളകിക്കഴിഞ്ഞാൽ മോദിയും അമിത്ഷായും BJPയും ഞാൻ ഒരു കാര്യം പറയാം, വല്ലാതങ്ങ് തെറിക്കും. അവരില്ലാതായിപ്പോവും എന്ന കാര്യത്തിൽ 100% എനിക്ക് തർക്കമില്ല. കാരണം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.